ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു ഹെൽത്തി ഫുഡാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സംഭവം യാതൊരുവിധ കോംപ്രമൈസും ചെയ്യുന്നില്ല. ഒരു അട്ടർ റൈറ്റാണ്. ഞങ്ങൾ നമ്മുടെ രണ്ട് ഡിഷസാണ് ഉണ്ടാക്കുന്നത്. ഒന്നാമത് നമ്മുടെ പെപ്പർ മയോമിൻറ്റും രണ്ടാമത് നമ്മുടെ ബ്രെഡ് ബോക്സും. ആദ്യം തന്നെ നമുക്ക് പെപ്പർ മയോമിൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 എഗ്ഗിൻ്റെ വൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എഗ്ഗ് വൈറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, നാരങ്ങ, കാഷ്യൂനട്ട് ഇത്ര സംഭവം ആവശ്യമുണ്ട്. ഇനി ഒരു ജാറിലേക്ക് കുരുമുളകും പച്ചമുളകും ഇട്ട് നല്ല രീതിക്ക് ക്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മുടെ എഗ്ഗ് വൈറ്റ് ആഡ് ചെയ്ത് ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ബീറ്റും ചെയ്തിട്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതിനകത്തേക്ക് നാരങ്ങ ചേർത്തിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കുക. ഇനി നമ്മുടെ ബ്രെഡ് ബോക്സിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി സോസേജിന് വേണ്ടി ആരും കഷ്ടപ്പെടേണ്ട. സോസേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഫോ ഫിഷോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഇവിടെ സോസേജും അതുപോലെ തന്നെ ചിക്കൻ നഗറ്റ്സുമാണ് യൂസ് ചെയ്യുന്നത്. ചിക്കനാണ് നമ്മുടെ മെയിൻ. അതിൻ്റെ കൂടെ സൈഡായിട്ട് ബീഫോ ഫിഷോ ഏതെങ്കിലും മതി. അപ്പോൾ നമ്മൾ സോസേജ് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ നഗറ്റ്സും നല്ല രീതിക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് രണ്ടും നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുക. അതിനകത്തേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി നമ്മുടെ മയണൈസും കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിങ്ങിലാണ് എല്ലാ പരിപാടിയും ഇരിക്കണം. ഇതിനകത്ത് ഓരോ കഷ്ണത്തിലും മയണൈസ് നല്ല രീതിക്ക് പിടിക്കുന്ന രീതി വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒന്നിലും മിസ്സായി പോകരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് വേണ്ട എല്ലാ ബ്രെഡും നമ്മളവിടെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുക്കണം. മാവ് പരത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ മൈദമാവ് നമ്മൾ കുഴച്ച് പുളിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. എന്നാലേ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ബ്രെഡ് വെക്കുക. ബ്രെഡ് വെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫില്ലിങ്സ് നല്ല രീതിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മയണൈസും കൂടി ഇടുക. അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് വെച്ച പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ ഈ കാണുന്ന പോലെ ഇത് നല്ല രീതിക്ക് ക്ലോസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. പിന്നെ നമ്മളിത് എല്ലാ രീതിയിലും നല്ല തിരിച്ചും മറിച്ചും വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നമുക്ക് നല്ല രീതിക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഇത്രയുള്ള സംഭവം നമ്മുടെ ബ്രെഡ് ബോക്സ് ഇവിടെ സെറ്റാണ്. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ബോക്സ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. ഇനി സോസേജ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും അതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടായ സോസേജിന് പകരം നമുക്ക് ഏത് മീറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരിക്കലും ഇതൊരു ഹെൽത്തി ഫുഡായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി സംഭവമാണ്. ഇനി ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം ഒരുത്തം കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാണ് നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ജോസ് കഴി 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ?